ഹായ് വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. നമ്മുടെ വാട്സപ്പില് നിരവധി അപ്ഡേഷൻസ് വരുന്നുണ്ട് അല്ലെ. പക്ഷെ നമുക്ക് പല അപ്ഡേഷൻസുകൾ നമുക്ക് ലേറ്റ് ആയിട്ടേക്ക് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന അപ്ഡേറ്റ് നിങ്ങൾക്ക് കുറച്ച് മുൻപ് വന്നാണ്. പക്ഷെ ഇത് വളരെ വളരെ യൂസ്ഫുൾ, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്ന് അത് നോക്കിയ സമയത്താണ് ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, അറിയുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല, അറിയാത്തവർക്കാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വാട്സപ്പിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ വാട്സപ്പിലുള്ള അടിപൊളി ഒരു ഓപ്ഷനാണ്. പലരും ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല. നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഒരു പ്ലസ് മാർക്ക് കാണുന്നുണ്ട് അല്ലെ. ആ പ്ലസ് മാർക്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇവിടെ നമുക്ക് കണ്ടില്ലേ കോൺടാക്ട്സ് ഓൺ വാട്സപ്പ് എന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇവിടെ യു എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എന്റെ അമ്മയുടെ ഫോൺ എടുത്തിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ പേര് അവിടെ കാണിക്കും. ഇവിടെ ജസ്റ്റ് യു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഇത് വളരെ 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 ഉപകാരമുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മുകളിൽ സെർച്ച് ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് യു എന്ന് ടൈപ്പ് ചെയ്ത് YOU എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യു എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ചില ഫോണുകളിൽ വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. അതിൽ നമ്മൾ മീ എന്നാണ് കാണിക്കുന്നത്. ME കൊടുത്തു കഴിഞ്ഞാലും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ താഴെ നമുക്ക് യു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് കുറെ ഉപകാരങ്ങളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പുറമേക്കൊക്കെ നടക്കാനൊക്കെ ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തിരക്കുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ആരെങ്കിലും കാണുന്ന സമയത്ത് നമുക്ക് അവരുടെ ഫോൺ നമ്പർ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്നൊരു ഒരാളുടെ നമ്പർ ഞാനൊന്ന് നോട്ട് ചെയ്യാൻ നോക്കി. ഞാൻ ജസ്റ്റ് 00 എന്നേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് നമ്പർ നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ നമ്മുടെ വാട്സാപ്പിലേക്ക് തന്നെയാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് തന്നെ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. മറ്റെങ്ങോട്ടും ഇത് പോവില്ല. നമുക്ക് വളരെ സേഫ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ നമ്പർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ ഇതൊക്കെ ചെയ്യുക നമുക്ക് ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടില്ലേ നോട്ട്സ് എന്ന് പറഞ്ഞാൽ കീപ് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിലേക്കാണ് നമ്മൾ സേവ് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് യു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരേക്കാണ്. ഇവിടെ കണ്ടില്ല വീട്ടിലേക്ക് മേടിക്കേണ്ട സാധനങ്ങളൊക്കെ ഷുഗർ, കോക്കനട്ട് ഓയിൽ, മിൽക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഷോപ്പിൽ വരുന്ന സമയത്ത് ജസ്റ്റ് അത് മാത്രം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സാധാരണ ഇതൊക്കെ നമ്മൾ കീപ് നോട്ട്സിലാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ വാട്സപ്പിൽ നമുക്ക് ഈ പറഞ്ഞ യുവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ പാൻ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, ഇതൊക്കെ നമ്മൾ ഫോണിന്റെ ഗാലറിയിലാണ് നമ്മൾ സാധാരണ ഉണ്ടാവുക. അതിനായിട്ട് നമ്മൾ ഗാലറിയിൽ പോയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ആവശ്യമൊക്കെ വേണ്ടി നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമുക്ക് ഇതിലേക്ക് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനായി നമ്മൾ ജസ്റ്റ് ഒന്ന് യു ഒന്ന് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഒന്ന് യു ഓപ്പൺ ചെയ്ത് നേരെ ഗാലറിയിൽ നമുക്ക് ഇതിലേക്ക് സെൻഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിവിടെ ഗാലറിയിൽ തന്നെ കിടക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു വിചാരിക്കുക, പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഗാലറി തപ്പേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ യു എന്ന് പറഞ്ഞതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില ഫോണിൽ മീ ആണ് ഉണ്ടാവുക, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആധാർ കാർഡോ പാൻ കാർഡോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്.